ഹരി ഓം ആൻഡ് ഗുഡ് മോർണിംഗ്. നമ്മൾ തുടങ്ങാൻ പോകുന്നത് സെറ്റ് തിയറിയാണ്. സെറ്റ് തിയറിയിൽ നോട്ട് തരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ ചെയ്ത് നോക്കണതാണ്. വിജയിക്കുമോ എന്തോ എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാം. ആദ്യം തന്നെ വാട്ട് ഈസ് സെറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. ചില കുട്ടികളൊക്കെ സെറ്റ് ജൂനിയർ ക്ലാസ്സുകളിൽ യു മൈറ്റ് ഹാവ് സ്റ്റഡീഡ് ദീസ് തിങ്സ്. എന്തായാലും നമുക്കൊന്ന് കാണാം എങ്ങനെയാണ് എന്താണ് സെറ്റ് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ. Yes, a set is a well-defined collection of distinct objects. ഒരു കൂട്ടം മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായ കളക്ഷൻ ഓഫ് ഐറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറ്റ് എന്ന് പറയുന്നത്. എ സെറ്റ് ഓഫ് കാർഡ്സ്, എ സെറ്റ് ഓഫ് ടീച്ചേഴ്സ്, എ ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ്, എ ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ്, എ റെജിമെന്റ് ഓഫ് സോൾജേഴ്സ്. ഇതിൻ്റെ ഒക്കെ അർത്ഥം സെറ്റ് എന്നാണ്. അവർക്കൊക്കെ ഒരു പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. നോക്കൂ, സ്റ്റുഡൻസ് ഓഫ് ദ ചിന്മയ മിഷൻ കോളേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലും സെറ്റുകൾ ഉണ്ട് കേട്ടോ. നോക്കൂ, സ്റ്റുഡൻസ് ഓഫ് ദ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അത് വലിയൊരു സെറ്റാണ് കേട്ടല്ലോ. അതിൽ സ്റ്റുഡൻസ് ഓഫ് ദ ചിന്മയ മിഷൻ കോളേജ്, അതിൽ ചിന്മയ മിഷൻ കോളേജിലത്തെ കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി വീണ്ടും അതിന് നമ്മൾ കുറച്ചും കൂടി റെഡ്യൂസ് ചെയ്യാണ്. ബികോം സ്റ്റുഡൻസ് ഓഫ് ദ ചിന്മയ മിഷൻ കോളേജ് എന്ന് പറയുമ്പോൾ വീണ്ടും ചുരുങ്ങി. എല്ലാ കുട്ടികളും അതിൽ ഉൾപ്പെടുന്നില്ല. ബികോമിന് പഠിക്കുന്ന മാത്രം കുട്ടികളെ പെടുന്നുള്ളൂ. ഇനി വീണ്ടും നമ്മൾ അതിന് ചുരുക്കാണ് ഫസ്റ്റ് ഇയർ ഓർ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ഓഫ് ബികോം സ്റ്റുഡൻസ്. അപ്പം അതിൽ സെക്കൻഡ് ഇയറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന കുട്ടികൾ മാത്രമേ ഉള്ളൂ. എഗെയിൻ വീണ്ടും അതിനെ റെഡ്യൂസ് ചെയ്യണം. എന്തായിട്ട് നമ്മളതിനെ റെഡ്യൂസ് ചെയ്യുന്നത്, ഗേൾസ് ഓഫ് ദ സെക്കൻഡ് ഇയർ ബികോം സ്റ്റുഡൻസ് ഓഫ് ദ ചിന്മയ മിഷൻ കോളേജ് എന്ന് പറഞ്ഞാൽ ചിന്മയ മിഷൻ കോളേജിൽ പഠിക്കുന്ന ബികോമിന് പഠിക്കുന്ന സെക്കൻഡ് ഇയറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന പെൺകുട്ടികൾ മാത്രമേ അതിൽ വരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിൽ നമ്മളതിനെ ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എ സെറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ ദ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. നമ്മൾ തുടങ്ങുക എങ്ങനെയാണ്, ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ക്യാപിറ്റൽ ബി ഈസ് ഈക്വൽ ടു, ക്യാപിറ്റൽ സി ഈസ് ഈക്വൽ ടു, എച്ച് ഈസ് ഈക്വൽ ടു, എസ് ഈസ് ഈക്വൽ ടു, നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എൻ ഈസ് ഈക്വൽ ടു കേട്ടല്ലോ. ഓ എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു, ഇ എന്ന് പറഞ്ഞാൽ ഈവൺ നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു. വി യൂസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് and the elements or the members that include in this set that are denoted by small letters. ചില സമയത്ത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ സ്മോൾ ലെറ്റേഴ്സ് എന്ന് പിടിവാശിയൊന്നുമില്ല. സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുക സ്മോൾ ലെറ്ററിലാണ് ഉപയോഗിക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് an element is not allowed to repeat more than one time. ഒരു സംഖ്യ വീണ്ടും ആവർത്തിക്കില്ല. ഒരു ഉദാഹരണം അതിൻ്റെ what are the even numbers എന്ന് ചോദിച്ചാൽ 2, 4, 6, 8, 10. വീണ്ടും 10 വരേണ്ട കാര്യമില്ല. ഒരു പ്രാവശ്യം ഒരു സംഖ്യ ആവർത്തിക്കാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ സമയം ആവർത്തിക്കാനായിട്ട് പാടില്ല. ദാറ്റ് ഈസ് എ സെറ്റ്. ഓക്കെ. നെക്സ്റ്റ് വൺ, മെത്തേഡ് ഓഫ് ഡിസ്ക്രൈബിങ് എ സെറ്റ്. എങ്ങനെയാണ് ഒരു സെറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ദർ ആർ 2 മെത്തേഡ്സ്. ഒരു മിനിറ്റ്. Roster method or tabular method. These are the 2 methods by which we can describe a set. ഒരു സെറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാവുന്ന മെത്തേഡുകൾ രണ്ടെണ്ണമാണ്. ഒന്ന് റോസ്റ്റർ മെത്തേഡ് ഓർ ടാബുലാർ മെത്തേഡ്, മറ്റൊന്ന് സെറ്റ് ബിൽഡർ മെത്തേഡ്. ഈ രണ്ട് മെത്തേഡിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഒരു മിനിറ്റ്. എൻ്റെ കണ്ണട എവിടെയോ വെച്ചെന്നോ, എവിടെയായിരിക്കും കാടിൻ്റെ ഉള്ളിലേക്ക് വിട്ടു വെക്കണം. കിട്ടി. യെസ്. അപ്പം 2 മെത്തേഡാണുള്ളത്. ഒന്ന് റോസ്റ്റർ മെത്തേഡ് ഓർ ടാബുലാർ മെത്തേഡ് ആൻഡ് അതർ വൺ ഈസ് സെറ്റ് ബിൽഡർ മെത്തേഡ്. അതിൽ തന്നെ നമുക്ക് റോസ്റ്റർ മെത്തേഡ് ഓർ ടാബുലാർ മെത്തേഡ് എന്താണെന്ന് നോക്കാം. In this method, we
describe a set by enlisting the elements. We are showing all the elements. What all elements are there? We are enlisting or showing or enclosing that elements separated by commas. ഓരോന്നും കഴിയുമ്പോൾ ഓരോ കോമ ഇടുന്നു and are enclosed within a braces or flower bracket. അയാണ് അതിൻ്റെ ചിത്രം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഫ്ലവർ ബ്രാക്കറ്റ് അഥവാ ബ്രേസസ്. നിങ്ങളുടെ ബുക്കിലാണ് ഞാൻ ഫ്ലവർ ബ്രാക്കറ്റ് എന്ന വാക്ക് കണ്ടത്. ബ്രേസസ് എന്നാണ് സാധാരണ ഉപയോഗിക്കുന്നത്. കേട്ടല്ലോ. അങ്ങനെ ആ വലിയ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദ സെറ്റ് ഓഫ് ദ ഫസ്റ്റ് 3 ഓഡ് നമ്പേഴ്സ് ഈസ് റെപ്രസെൻറ്റഡ് ആസ്. ആദ്യത്തെ 3 ഓഡ് നമ്പറുകൾ ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം 135 ആണ്. A is equal to 135. ഓക്കെ. ഇങ്ങനെ നമ്മൾ എന്താണോ ഏതൊക്കെയാണ് ആ സംഖ്യകൾ അല്ലെങ്കിൽ ഏതൊക്കെയാണ് ആ ക്യാരക്ടേഴ്സ് അതിനെ മാത്രം കാണിക്കുന്നു. 135 ഈവൺ നമ്പറാണ് ചോദിക്കുന്നത്. 2 4 6 എന്ന് പറയുന്നു. വാട്ട് ആർ ദ വവൽസ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതും A is equal to ക്യാപിറ്റൽ A is equal to A E I O U. അത് കൂടാതെ ഒരെണ്ണം അതിലില്ല. ആകെ 5 എണ്ണം തന്നെയുള്ളൂ. അങ്ങനെ നമ്മൾ ആ വവൽസുകൾ എന്തൊക്കെയാണോ അതാണ് കാണിക്കുന്നത്. വാട്ട് ആർ ദ നമ്പേഴ്സ് ബിറ്റ്വീൻ 5 and 1 എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാം? 2 3 4. ദീസ് ആർ ദ നമ്പേഴ്സ് വിച്ച് ലൈ ബിറ്റ്വീൻ 1 and 5. ഓക്കെ. അപ്പം വാട്ട് ആർ ദ സ്ക്വയേഴ്സ്, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ 1 and 25? 1ന്റെയും 25ന്റെ ഇടയ്ക്കുള്ള പെർഫെക്റ്റ് സ്ക്വയറുകൾ. ആദ്യത്തേത് 1, രണ്ടാമത്തേത് 4, പിന്നെ 9, പിന്നെ 16, പിന്നെ 25. ഇത്രയാണ് പെർഫെക്റ്റ് സ്ക്വയറുകളുള്ളത്. അതിക്ക് മാത്രമേ റൂട്ടുള്ളൂ. ബാക്കിയുള്ളതിനൊക്കെ ഫ്രാക്ഷൻ വരുന്നു. അപ്പം റോസ്റ്റർ മെത്തേഡ് കഴിഞ്ഞു. അടുത്തത് സെറ്റ് ബിൽഡർ മെത്തേഡാണ് അടുത്തത്. എന്താണ് സെറ്റ് ബിൽഡർ മെത്തേഡ്? ഇൻ ദിസ് മെത്തേഡ് വി ആർ നോട്ട് ഷോയിങ് ദ എലമെന്റ്സ്. ഇൻസ്റ്റഡ് വി ആർ ഷോയിങ് ദ പ്രോപ്പർട്ടി or the characteristics or the features of its element. എലമെന്റുകളുടെ പ്രോപ്പർട്ടി എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അവയ്ക്ക് മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചേഴ്സ് എന്താണ്, അത് എടുത്ത് പറയുകയുള്ളൂ. അല്ലാതെ എലമെന്റുകൾ എന്താണെന്നുള്ളത് നമ്മൾ കാണിക്കില്ല. ഫോർ എക്സാമ്പിൾ, ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 5 ഈസ് റെപ്രസെൻറ്റഡ് ആസ്. ഇതെങ്ങനെ എഴുതണേന്ന് നോക്കൂ. ഇത് എഴുതുന്നത് A is equal to all x such that x is a natural number which lies between 1 and 25. ഇത് വായിക്കുക എങ്ങനെയാ? A is equal to x അല്ലെങ്കിൽ all x such that x is a natural number and it lies between 1 and 25. That is, x is greater than 1 but less than 25. ഇതേ പറയുള്ളൂ. അതുപോലെ A E I O U എന്നുള്ളത് നമ്മൾ കാണിക്കുക എങ്ങനെയാണ്? A is equal to ബ്രാക്കറ്റ് ഇടുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നു x is such that x is the vowels of English alphabet. അതാണ് സെറ്റ് ബിൽഡർ മെത്തേഡിൽ എഴുതുന്നത്. ഇനി നമുക്ക് തരാണ് 2 4 6 8 10 12 എക്സെട്ര 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 എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്താ എഴുതാം? നമ്മൾ എഴുതി A is equal to x such that x is the even natural numbers. ഓക്കെ. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെയാണെന്ന് കരുതാം. 2 then 3 5 7 then 11. ഇതൊക്കെ ഈ നമ്പറുകളൊക്കെ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ? 13. They are the prime numbers which has no factors other than that number and 1. ഈ സംഖ്യകളുടെ ഒരു പ്രത്യേകത, അവയെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ സംഖ്യയും 1 മാത്രമേ ഉണ്ടാവുള്ളൂ. 5 എടുത്തിട്ടുണ്ടെങ്കിൽ 1 × 5, ശരിയല്ലേ? 7 എടുത്താൽ 1 × 7. 6 എടുത്താൽ എങ്ങനെയാണ്? 1 × 6 കൂടാതെ 2 × 3 ഉണ്ട്. 8 എടുത്താൽ 1 × 8 കൂടാതെ 2 × 4 ഉണ്ട്. 9 എടുത്താൽ 1 × 9 കൂടാതെ 3 × 3 ഉണ്ട്. അങ്ങനെ ഒന്നിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ളതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? പ്രൈം നമ്പേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. പ്രൈം നമ്പർ ആണെങ്കിൽ ആ നമ്പറും അതിൻ്റെ കൂടെ 1ഉം, ഈ 2 ഫാക്ടേഴ്സ് മാത്രമേ അതിന് ഉണ്ടാവുള്ളൂ. 11 എടുത്താൽ 1 × 11, 13 എടുത്താൽ 1 × 13, പിന്നെ 17 എടുത്താൽ 1 × 17, 19 എടുത്താൽ 1 × 19, 23 എടുത്താൽ 1 × 23. പിന്നെ വരുന്നത് 24 ഇല്ല, 5 ഇല്ല, 6 ഇല്ല, 27 ഇല്ല, 28 ഇല്ല, 29 ഇല്ല, 31 ആണ് പിന്നെയുള്ളത്. 31 ഇല്ല എന്ന് തോന്നുന്നു.
അല്ലെ 31 ശരിയാണ്, അതൊരു പ്രൈം നമ്പറാണ്. പിന്നെ വരുന്നത് 37 ഈസ് എ പ്രൈം നമ്പർ. ദെൻ 41 ഈസ് എ പ്രൈം നമ്പർ. അങ്ങനെ പ്രൈം നമ്പർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എഴുതുന്നു a is equal to x such that x is the prime numbers എന്ന് മാത്രം പറയും. ഓക്കെ, അപ്പൊ രണ്ട് മെത്തേഡും മനസ്സിലായി. ഒന്നാമത്തേത് റോസ്റ്റർ മെത്തേഡ് ഓർ ടാബുലർ മെത്തേഡ്, സെക്കൻഡ് വൺ ഇസ് സെറ്റ് ബിൽഡർ മെത്തേഡ് ഓർ സെറ്റ് കളക്ട് മെത്തേഡ് എന്നും ഇതിനെ പറയാറുണ്ട്. അടുത്തത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെറ്റ്, ഏതൊക്കെയാണ് പലതരത്തിലുള്ള സെറ്റുകൾ എന്ന് നോക്കാം. ഒന്നാമത്തേത് നൾ സെറ്റ്, അതിൻ്റെ മറ്റൊരു പേരാണ് എം ടി സെറ്റ് അഥവാ മറ്റൊരു പേരാണ് വോയിഡ് സെറ്റ്. അപ്പം നൾ സെറ്റ്, എം ടി സെറ്റ്, വോയിഡ് സെറ്റ്. എന്താണ് നൾ സെറ്റ്? എ സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് നോ എലമെന്റ്സ് ഈസ് കോൾഡ് എ നൾ സെറ്റ്. ഒന്നും ഉണ്ടാവില്ല. ഒരു എക്സാമ്പിൾ ആയിട്ട് എന്താ എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്, an integer, a number, a natural number between 2 and 3. 2 3 ഇടയ്ക്ക് ഒരു നാച്ചുറൽ നമ്പർ ഏതാ? നോൺ നാച്ചുറൽ നമ്പർ ഇസ് there. കേട്ടല്ലോ. അതുപോലെ എന്താണ് ഒന്നുമില്ലാത്തത് എന്ന് പറയുമ്പോഴേ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനുള്ളിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല. യെസ്, a prime number other than 2, an even prime number other than 2. ഇരട്ടയായിരിക്കണം, രണ്ടായിരിക്കാൻ പാടില്ല, പ്രൈം നമ്പർ ആയിരിക്കണം. അങ്ങനെ ഒരെണ്ണം ചോദിച്ചാൽ അതിലൊന്നുമില്ല, അങ്ങനെ ഒരെണ്ണം ഇല്ല. രണ്ട് മാത്രമേ ഇരട്ട സംഖ്യയുള്ള പ്രൈം നമ്പർ ഉള്ളൂ, വേറെ ഒരെണ്ണം പോലും പ്രൈം നമ്പർ ഇല്ല. കേട്ടല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ നൾ സെറ്റ് എന്നാ പറയുന്നത്. എ നൾ സെറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ, നമ്മൾ കണ്ടില്ല ആ രണ്ട് ബ്രാക്കറ്റ്, ബ്രാക്കറ്റിനുള്ളിൽ കുട്ടികൾ ചിലർ പൂജ്യം ചേർത്താൽ, പൂജ്യം ചേർത്താൽ ഒരു എലമെന്റ് ഉണ്ട്, പൂജ്യം എന്നൊരു എലമെന്റ് ഉണ്ട്. അങ്ങനെ കാണിക്കരുത്. നൾ സെറ്റ് എന്നുള്ളത് കാണിക്കുന്ന ആ ബ്രാക്കറ്റ് മാത്രമാണ് കാണിക്കുന്നത്. ഓർ വി റൈറ്റ് ഫൈ, റൈറ്റ് ആസ് ഫൈ. കണ്ടല്ലോ, ഒരു പൂജ്യത്തിന്റെ ഇടയോട് ഒരു വര വരച്ചാൽ അതിന് ഫൈ, ആൽഫ ബീറ്റ എന്ന് പറഞ്ഞോണം, ഒന്നാണ് ഫൈ. നിങ്ങൾക്ക് ഒന്നുകിൽ നൾ സെറ്റിന് ആ രണ്ട് കേളി ബ്രാക്കറ്റ് കാണിക്കാം, അല്ലെങ്കിൽ എന്ത് കാണിക്കാം, ഫൈ എന്നുള്ള സിഗ്നൽ ആ സിമ്പൽ കാണിക്കാം, അല്ലെങ്കിൽ PHI എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാം. അടുത്തത് നൾ സെറ്റ് കഴിഞ്ഞു. അടുത്തത് ഫിനിറ്റ് സെറ്റ് ആണ്. A set is said to be finite if it consists only finite number of elements. ഒരു നിശ്ചിത എണ്ണം മാത്രമേ ഉള്ളൂ എന്ന് കരുതാം. ഒരു എക്സാമ്പിൾ ആയിട്ട് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10, 10ന്റെ താഴെയുള്ള നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 8 9 കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, 9 സംഖ്യകളേ ഉള്ളൂ, ഒരു ഫിനിറ്റ് നമ്പർ ആണ്. മറ്റൊന്ന് വൊവൽസ് ഓഫ് ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്, 5 ഉള്ളൂ, AEIOU, അതിൻ്റെ അപ്പുറത്ത് ഇല്ല. അങ്ങനെ വരുമ്പോൾ അതിന് പറയുന്ന പേരാണ് നമ്മളിത് ഫിനിറ്റ് സെറ്റ്. ഒരു നിശ്ചിത നമ്പർ മാത്രം ഉള്ളെങ്കിൽ ഫിനിറ്റ് സെറ്റ് എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഇൻഫിനിറ്റ് സെറ്റ്. ഇൻഫിനിറ്റ്, ഒരു മിനിറ്റ് കേട്ടോ, ഇപ്പൊ കാണാനുണ്ടാകും, താഴ്ന്നു പോയി ഞാൻ അറിയാതെ. ഓക്കെ, മൂന്നാമത്തേത് എന്താണെന്ന് പറഞ്ഞേ, ഇൻഫിനിറ്റ് സെറ്റ് ആണ്. എന്താണ് ഇൻഫിനിറ്റ് സെറ്റ്? എ സെറ്റ് ഈസ് സെറ്റ് ടു ബി ഇൻഫിനിറ്റ് സെറ്റ് if it consists of infinite number of elements. അവസാനിക്കാത്തത്ര നമ്പറുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ സെറ്റ് ഓഫ് ഈവൺ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 4 6 8 10 12 14 16 18 അങ്ങനെ ഇരുന്ന് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ എഴുതിയാലും അവസാനിക്കുന്നില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫിനിറ്റ് സെറ്റ്. നിശ്ചിത നമ്പർ ആണെങ്കിൽ ഫിനിറ്റ് സെറ്റ്, അവസാനമില്ലാത്ത സംഖ്യകളാണെങ്കിൽ ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഈക്വൽ സെറ്റ്സ്. എന്താണ് ഈക്വൽ സെറ്റ്സ്? ടു സെറ്റ്സ് ആർ സെറ്റ് ടു ബി ഈക്വൽ സെറ്റ്സ് ഇഫ് ദേ കണ്ടെയ്ൻ ദ സെയിം എലമെന്റ്സ്. രണ്ടിലും ഒരേ എലമെന്റുകൾ ഉണ്ടെന്ന് കരുതാം, ഒരേ എലമെന്റുകൾ മാത്രമേ രണ്ടിലും ഉള്ളൂ എങ്കിൽ that is known as the equal set. For example, A is equal to 1 2 3. എയിൽ 1 2 3 ആണ്, ബിയിൽ 3 2 1 ആണ്. ഓർഡർ തെറ്റിയെന്നേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. ഇതിലൊന്നുണ്ട് അതിലൊന്നുണ്ട്, ഇതിൽ രണ്ടുണ്ട് അതിൽ രണ്ടുണ്ട്, ഇതിൽ മൂന്നുണ്ട് അതിൽ മൂന്നുണ്ട് എങ്കിൽ we can call them A and B are equal sets. Another one, A is equal to ward, WARD, and B is equal to award. രണ്ടും സെയിമാ. രണ്ടിലും ആദ്യത്തേതിൽ
ഡബ്ല്യു ഉണ്ട്, രണ്ടാമത്തേൽ ഡബ്ല്യു ഉണ്ട്. ആദ്യത്തേല് ഉണ്ട്, രണ്ടാമത്തേലുണ്ട്. ആദ്യത്തേൽ ആർ ഉണ്ട്, രണ്ടാമത്തേലുണ്ട്. ആദ്യത്തേൽ ഡി ഉണ്ട്, രണ്ടാമത്തേൽ ഡി ഉണ്ട്. രണ്ടാമത്തേൽ ഒരു എ കൂടുതൽ ഉണ്ടായിക്കോട്ടെ, ഇതിലുണ്ടല്ലോ എ, ആവർത്തിച്ചു എന്നല്ലേ ഉള്ളൂ. അപ്പൊ രണ്ടും എന്ത് സെറ്റാണെന്ന് പറഞ്ഞത്? ഈക്വൽ സെറ്റാണ്. രണ്ടാമത്തേത്, മൂന്നാമത്തേത് എ ഈസ് ഈക്വൽ ടു സ്റ്റാറ്റിക് ആൻഡ് ബി ഈസ് ഈക്വൽ ടു സ്റ്റാറ്റിസ്റ്റിക്. നിങ്ങൾ നോക്കിക്കോളൂ, ഇതിലുള്ളത് മുഴുവൻ അവിടെ ഉണ്ട്, ഒരു സംശയവും വേണ്ട. അങ്ങനെ വരുമ്പോൾ വി കൻ സേ ദേ ആർ ഈക്വൽ സെറ്റ്സ്. എ ആൻഡ് ബി ആർ ഈക്വൽ സെറ്റ്സ്. അടുത്തത്, ഇതും നേരത്തെ പറഞ്ഞത് തെറ്റരുത്. ഇപ്പൊ പറയുന്നതിന്റെ പേര് ഈക്വിവാലന്റ് സെറ്റ് എന്നാണ്. Two sets are said to be equivalent set if they contain the same number of elements. നേരത്തെ പറഞ്ഞത് ഒരേ എലമെന്റുകൾ ഉണ്ടാവണം. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. The number of elements, that means the cardinality എന്നാണ് ഇതിന് പറയാം. The number of elements in both sets are same. ആദ്യത്തേല് A is equal to 1, 2, 3. How many elements are there? 3 elements. And the other one is B is equal to A, B, C. Here also how many elements are there? 3. Then we can say, since both sets contains the same number of elements, we can call them equivalent set. അപ്പൊ ഈക്വൽ സെറ്റും ഈക്വിവാലന്റ് സെറ്റും തെറ്റരുത്. ഈക്വൽ സെറ്റിൽ സെയിം എലമെന്റ് ആയിരിക്കണം, ഈക്വിവാലന്റ് സെറ്റിൽ സെയിം നമ്പർ ആയിരിക്കണം. ആദ്യത്തേതിലും 3, രണ്ടാമത്തേതിലും 3 എങ്കിൽ വി ക്യാൻ കോൾ ദം ഈക്വിവാലന്റ് സെറ്റ്. ഓക്കെ. അടുത്തത് സബ്സെറ്റ് ആണ്. If every element of A is an element of B, then we can say A is called the subset of B, and we write A is a subset of B. Subset എന്ന് എഴുതിയിരിക്കുന്ന രീതി കണ്ടല്ലോ, ആ എഴുതിയിരിക്കുന്നതാണ് സബ്സെറ്റ് എന്ന് പറയുന്നത്. For example, if A is equal to 1, 2, 3 and B is equal to 1, 2, 3, 4, 5, 6, 7. See what are the elements of A? 1, 2, 3, and that we can see in B. B ലുണ്ട് 1, 2, 3. B ൽ വേറെയും കുറെ ഉണ്ട്. So A is the subset of B, but B is not the subset of A. A B യുടെ സബ്സെറ്റ് ആണ്, പക്ഷെ B A യുടെ സബ്സെറ്റ് അല്ല. മാത്രമല്ല B, that is a superset. B എന്ന് പറഞ്ഞാൽ അതിൽ A എല്ലാം ഉണ്ട്, അതുകൊണ്ട് that is a power set. അതിലെല്ലാം ഉള്ളതുകൊണ്ട് we can call them as a power set or a superset. Okay. ഇനി നെക്സ്റ്റ് വൺ. അപ്പം സബ്സെറ്റും കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് യൂണിവേഴ്സൽ സെറ്റ്. What is the universal set? If all the sets under consideration are subsets of a fixed set U. ഒരു മെയിൻ ആയിട്ട് സെറ്റ് ഉണ്ട്, അതിൽ അനേക സെറ്റ് സബ്സെറ്റുകൾ ഉണ്ടെന്ന് കരുതാം. ഞാൻ പറഞ്ഞല്ലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതിൽ കുറേ കുട്ടികളുണ്ട്, അതാണ് ഇവിടുത്തെ യൂണിവേഴ്സൽ സെറ്റ്. അതിൽ BA ഉണ്ട്, BCom ഉണ്ട്, BSc ഉണ്ട്, എല്ലാ ഇതും ഉണ്ട്. അതിൽ BCom സ്റ്റുഡൻസ് അതൊരു സബ്സെറ്റാണ്, BA സ്റ്റുഡൻസ് മറ്റൊരു സബ്സെറ്റാണ്, ചിന്മയ മിഷൻ കോളേജിലെ കുട്ടികൾ അതൊരു സബ്സെറ്റാണ്, എന്താണ് കോപ്പറേറ്റീവ് കോളേജിലെ അതനതൊരു സബ്സെറ്റാണ്, പിന്നെ ഇവിടുത്തെയാണ് കേരളവർമ്മയിലെ കുട്ടികൾ അതൊരു സബ്സെറ്റാണ്, ചിന്മയ മിഷൻ കോളേജിൽ തന്നെ ആൺകുട്ടികൾ അതൊരു സബ്സെറ്റാണ്, പെൺകുട്ടികൾ വേറൊരു സബ്സെറ്റാണ്. ഇവിടുത്തെ BCom മാത്രം പഠിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചിന്മയയിൽ BComന് പഠിക്കുന്ന കുട്ടികൾ അതൊരു സബ്സെറ്റാണ്. അനേക സബ്സെറ്റുകളുണ്ട്. ഓക്കെ. ഇങ്ങനെ ഒരു മെയിൻ സെറ്റ് ഏതാണോ which contains a large number of or all subsets, that is known as the universal set. Next one, eighth one, disjoint sets. Two sets are said to be disjoint sets if no element of A is in B and no element of B is in A. A ലുള്ള ഒന്നും B ലില്ല, B ലുള്ള ഒന്നും A ലും ഇല്ല എങ്കിൽ we can say they are disjoint set. യാതൊരു ബന്ധമില്ലാത്ത സെറ്റാണത്. A is equal to ABC and B is equal to MNO. ഇങ്ങനെ വരുമ്പോൾ A ലുള്ള ഏതെങ്കിലും B ലുണ്ടോ, B ലുള്ള ഏതെങ്കിലും A ലുണ്ടോ, അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുന്നു they are disjoint set. ഇതൊക്കെ ഒന്ന് നോക്കി വെക്കണം കേട്ടല്ലോ, ഡിസ്ജോയിന്റ് സെറ്റ്. അടുത്തതാ ഇതിനിടയ്ക്ക് ഒരു സെറ്റില് എത്ര സബ്സെറ്റ് ഉണ്ടാവും? അത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു സെറ്റില് എത്ര സബ്സെറ്റ് ഉണ്ടാവും അത് വരുന്നുണ്ടോന്ന് തോന്നുന്നു എനിക്ക്. അത് ഞാൻ എഴുതിയിട്ടില്ല അല്ലേ? വരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ഗിവൺ സെറ്റ്. ഒരു സെറ്റില്, ഒരു യൂണിവേഴ്സ് സെറ്റിൽ എത്ര സബ്സെറ്റ് ഉണ്ടാവും എന്നറിയണമെങ്കിൽ
അല്ലെങ്കിൽ എത്ര സബ്സെറ്റ് ഉണ്ട് ഇതാ നോക്കൂ. എ ഇസ് ഈക്വൽ ടു 1 2 3. എ എന്ന് പറയുന്നത് 1 2 3 ആണ്. അതിൽ എത്ര സബ്സെറ്റ് ഉണ്ട്? അങ്ങനെ പറയുമ്പോഴേ നമ്മൾ ആദ്യം പറയേണ്ടത് നൾ സെറ്റ് ആണ്. നൾ സെറ്റ് അതിലത്തെ ഒരു സെറ്റാണ്. കേട്ടല്ലോ? 1 2 3 എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് ഒരു നൾ സെറ്റ് ആണ്, അവസാനത്തേത് ആ സെറ്റ് അങ്ങനെ തന്നെ. മറക്കല്ലേ, ആദ്യത്തെ സെറ്റ് ഏതാന്ന് പറഞ്ഞത് ആ നൾ സെറ്റ് ആണ്, അവസാനത്തേത് ആ സെറ്റ് അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ എഴുതാണ് ആദ്യത്തെ ആ ബ്രാക്കറ്റ് ആരംഭിച്ചു, കേളി ബ്രാക്കറ്റ് ആരംഭിച്ചു. ആദ്യത്തേത് എന്താണ്? നൾ സെറ്റ്. അടുത്തത് എന്താണ്? 1. 1 ഒരു സബ്സെറ്റ് ആണ്. 1 എയിലുണ്ടല്ലോ. രണ്ടാമത്തേത് 2, 2ഉം എയിലുണ്ടല്ലോ. മൂന്നാമത്തേത് നാലാമത്തേത് 3, അതും എയിലുണ്ടല്ലോ. അടുത്തത് 1 2 എന്നൊരു സെറ്റ്, ഒരു സെറ്റിന്റെ ഉള്ള എലമെന്റുകളാണ് 1 2, അത് എയിലുണ്ട്, അപ്പൊ അതും ഒരു സബ്സെറ്റ് ആണ്. 1 3 അതും എയിലുണ്ട്, അതും ഒരു സബ്സെറ്റ് ആണ്. 2 3 അതും എയിലുണ്ട്, അതും ഒരു സബ്സെറ്റ് ആണ്. ലാസ്റ്റ് 1 ആയിട്ട് നമ്മൾ എടുക്കുന്നത് 1 2 3. that means that set itself is a subset of a set. ഒരു സെറ്റിന്റെ സബ്സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് രണ്ടെണ്ണമായിട്ട് എടുക്കുന്നത് ഒന്ന് നൾ സെറ്റും മറ്റൊന്ന് ആ സെറ്റ് അങ്ങനെ തന്നെയും. അങ്ങനെ നോക്കുമ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കി നിങ്ങൾ. ഒന്ന് 5, ദാറ്റ് മീൻസ് നൾ സെറ്റ്. പിന്നെ 1, then 2 3, പിന്നെ 1 2 1 3 2 3 1 2 3, അങ്ങനെ വഴി 8 എണ്ണം ഉണ്ട്. അതാണ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഈസ് ഈക്വൽ ടു 8. അതിന് പറയുന്നത് കാർഡിനാലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ അതിൽ എത്ര എണ്ണം ഉണ്ടോ സബ്സെറ്റുകൾ? 8 എണ്ണം ഉണ്ട്. അപ്പം 1 2 3 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ 8 എലമെന്റ് ഉണ്ട്. അതിൽ 1 2 3 4 ആണെങ്കിൽ എത്ര എലമെന്റ് ഉണ്ട്? 1 2 3 4 5 ആണെങ്കിൽ എത്ര എലമെന്റ് ഉണ്ട്? ഇത് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. ആൻഡ് ദ ഫോർമുല ഈസ്, ഞാനിവിടെ 2n എന്നാണ് എഴുതിയിരിക്കുന്നത്. കേട്ടല്ലോ? അതിൽ എനിക്ക് കമ്പ്യൂട്ടറിൽ വലിയ ഇതൊന്നും ഇല്ല. കേട്ടല്ലോ? അറിവ് എൻ്റെ കമ്പ്യൂട്ടറിലുള്ളത് വളരെ കുറവാണ്. ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്. 2n എന്നാണ് അതിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ അത് കാണിക്കാനായിട്ട്. n എങ്ങനെ കാണിക്കാന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ 2n എന്ന് എഴുതിയെന്നുള്ളൂ. ആക്ച്വലി ദാറ്റ് ഈസ് 2n എന്നാണ്, വേർ n ഈസ് ദ നമ്പർ ഓഫ് ഗിവൺ എലമെന്റ്സ്. 2 കോമൺ നമ്പർ ആണ്. 2 നമുക്ക് തന്നിട്ടുള്ള എത്ര എലമെന്റ് ഉണ്ട്? 1 2 3 3 എലമെന്റ് ഉണ്ട്. അപ്പൊ 2 2 into 2 into 2 8. കണ്ടല്ലോ നമ്മുടെ കാർഡിനാലിറ്റി n of a is equal to 8. 4 സംഖ്യ ഉണ്ടെങ്കിൽ 2 4, അപ്പൊ 2 into 2 into 2 into 2, that means 16 elements will be there. And 5 element ഉണ്ടെന്ന് കരുതുക. 2 5 is equal to, there will have 32 elements. Okay. അപ്പൊ എങ്ങനെയാണ് എലമെന്റുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്? എന്റെ ഫോമിൽ എന്താ? അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. 2n ആണ്. 2n അല്ല, തെറ്റരുത്. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ അതിൽ തന്നെ n2 അല്ല, 2n ആണ് എന്നുള്ളത് നിങ്ങൾ മറക്കാതിരിക്കുക. ഇനി നമുക്ക് വീണ്ടും ആ പഴയടുത്തേക്ക് തന്നെ പോവാം. ഏതാണ് അടുത്തത്? സെറ്റ് ഓപ്പറേഷൻസ്. ഏതൊക്കെയാണ് സെറ്റ് ഓപ്പറേഷൻസ് നോക്കാം. ഒന്ന് യൂണിയൻ ഓഫ് 2 സെറ്റ്സ് ആണ് ഒന്നാമത്തേത്. The union of 2 sets A and B is the set of all those elements which belongs to A, either A or to B or both. എയും ബിയും കൂടി ചേരുന്ന ഒരു സെറ്റിനെ നമ്മൾ അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? എയിലുള്ളതെല്ലാം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബിയിലുള്ളതെല്ലാം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് മുഴുവൻ അതിലുണ്ടായിരിക്കും. കേട്ടല്ലോ? എയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ അതിലുണ്ടാവും, ബിയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉണ്ടാവും, എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളതും അതിലുണ്ടാവും. ഓർ എന്നാണ് യൂണിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഓർ എന്നാണ്. ആൻഡ് വി യൂസ് ദ നൊട്ടേഷൻ ഓഫ് എ യൂണിയൻ ബി. എ യൂണിയൻ എന്നുള്ളത് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? യു പോലെ. എ യൂണിയൻ ബി ടു ഡിനോട്ട് ദ യൂണിയൻ ഓഫ് എ ആൻഡ് ബി. ഫോർ എക്സാമ്പിൾ, ഇഫ് എ is equal to 1 2 3 4, b is equal to 3 4 5 6, then A union B is equal to, എയിലുള്ളതെല്ലാം ഉണ്ടാവണം 1 2 3 4 എഴുതി, ബിയിലുള്ളതെല്ലാം ഉണ്ടാവണം, ബിയിൽ 3ഉം 4ഉം റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞു റിപ്പീറ്റേഷൻ ഈസ് നോട്ട് അലൗഡ്. അപ്പൊ അത് 3ഉം 4ഉം എഴുതണ്ട, 5ഉം 6ഉം എഴുതി. ആ പുതിയതായിട്ടുണ്ടായ സെറ്റില് എ യൂണിയൻ ബിയില് എന്തൊക്കെയുണ്ട്? 1 2 3 4 5 6. That means all the elements of A or all the elements of B or all the elements which are common in A and B.
യൂണിയൻ ഓഫ് ടു സെറ്റ്സ്. ഓർ എന്നാണ് ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, അത് മനസ്സിലാക്കുക. ഓക്കെ, എയിലും ബിയിലുള്ളത് മുഴുവൻ നമ്മൾ അതിലേക്ക് എടുത്ത് പെറുക്കി എഴുതണം, പക്ഷേ റിപ്പീറ്റേഷൻ ഒഴിവാക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, intersection of two sets. The intersection of two sets is a set consisting of all elements which are common or belong to both A and B. Intersection എന്ന് പറഞ്ഞാൽ അത് കാണിക്കുന്നത്, ഇത് ഇൻഡു എന്ന് കാണിക്കുക, ആന്റിനെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടല്ലോ. ഇൻഡു മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇന്റർസെക്ഷൻ. നിങ്ങൾ അത്രയൊന്നും നോക്കണ്ട, ആൻഡ് എന്ന് മാത്രം നോക്കാം. ഇവിടെ പറയുന്നത് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് മാത്രമാണ് ഇന്റർസെക്ഷൻ സെറ്റിൽ ഉണ്ടാകുന്നത്. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് മാത്രം കേട്ടല്ലോ. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ ഇന്റർസെക്ഷൻ ബി. എഴുതിയിരിക്കുന്ന കണ്ടല്ലോ, യുവിനെ മറച്ചിട്ടിരിക്കുകയാണ്. എ ഇന്റർസെക്ഷൻ ബി. എക്സാമ്പിൾ ആയിട്ട് എ is equal to 1 2 3 4 and b is equal to 3 4 5 6. then a intersection b is equal to രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 1 ഉണ്ടാ ഇല്ല, 2 ഉണ്ടാ ഇല്ല, 3 രണ്ടിലും ഉണ്ട്, 4 രണ്ടിലും ഉണ്ട്, 3ഉം 4ഉം. അതാണ് അതിൻ്റെ ഇന്റർസെക്ഷൻ. കോമൺ ആയിട്ടുള്ളത് മാത്രം എടുത്താൽ ദാറ്റ് ഈസ് ഇന്റർസെക്ഷൻ. ഓക്കെ, അടുത്തത് difference of two sets. The difference of two sets A and B is a set of all elements which are in A but not in B. എയിലുള്ളത് മാത്രം ബിയിലില്ലാത്തതും, ബിയിലുള്ളത് പിന്നെ നമ്മൾ എടുത്ത് എഴുതേണ്ട കാര്യമില്ല കേട്ടല്ലോ. ബിയിലുള്ളത് മാറ്റിക്കളയും, എയിലും മാത്രം ഉള്ളത്, എയും ബിയും ഉണ്ട്, എയിൽ മാത്രം ഉള്ളതാണ് എ മൈനസ് ബി. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബിയിൽ മാത്രം ഉള്ളതാണ് ബി മൈനസ് എ. നോക്ക്, എ is equal to 1 2 3 4 and b is equal to 3 4 5 6. a minus b is equal to 1. ബിയിലുണ്ടാ ഇല്ല, എയിൽ മാത്രമേ ഉള്ളൂ, അത് എഴുതി. 2 ബിയിലുണ്ടാ ഇല്ല, 2. 3 ബിയിലുണ്ട്, 4 ബിയിലുണ്ട്, കഴിഞ്ഞു. എയിൽ മാത്രം ഉള്ളത് ദാറ്റ് ഈസ് എ മൈനസ് ബി. പിന്നെ ബിയിലും 5ഉം 6ഉം അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല, എയിൽ മാത്രം ഉള്ളത് 1ഉം 2ഉം. ഓക്കെ, അതേപോലെ തന്നെ ബി മൈനസ് എ എന്ന് നോക്കൂ, ബിയിൽ നിന്ന് നമ്മൾ എ മാറ്റാണ്, ബിയിലും മാത്രം ഉള്ളതാണ് എടുക്കേണ്ടത്. 3 എയിലുണ്ട്, അത് എടുക്കാൻ പറ്റില്ല. 4 എയിലുണ്ട്, അത് എടുക്കാൻ പറ്റില്ല. 5ഉം 6ഉം മാത്രമാണ് ബി മൈനസ് എയിൽ വന്നത്. അപ്പൊ എ മൈനസ് ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു. അടുത്തത് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. Complement of a set is a set of all elements belonging to the universal set but not belong to A. ഒരു കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സ് തന്നു, നമുക്ക് 1 to 10 തന്നിരിക്കുന്ന സംഖ്യകൾ 1 കുറെ തന്നിട്ടുണ്ട്. അതിനുശേഷം ദാറ്റ് ഈസ് യൂണിവേഴ്സ്. എ തന്നിരിക്കുന്നു ഈവൻ നമ്പേഴ്സ് 2 4 6 8 10. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എയിൽ ഇല്ലാത്തതും യൂണിവേഴ്സലിൽ ഉള്ളതും. അതാണ് പറഞ്ഞ എലമെന്റ്സ് ബിലോങ്ങിങ് ടു ദി യൂണിവേഴ്സ് ദാറ്റ് കൻ ബി സീൻ ഇൻ യൂണിവേഴ്സ് ബട്ട് നോട്ട് ഇൻ എ. യൂണിവേഴ്സിൽ ഉണ്ടായിരിക്കുകയും ബിയിൽ അല്ല എയിൽ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ, കണ്ടല്ലോ, എയുടെ മുകളിൽ ഒരു വര വരയ്ക്കാം, ഇല്ലെങ്കിൽ എയുടെ സൈഡിലായിട്ട് മുകളിൽ ഒരു വര വരയ്ക്കാം, എ റേസ് ടു എന്നുകൊണ്ട് ഒരു വര വരയ്ക്കാം. ഓർ എ സി എന്നല്ല കേട്ടോ, എ റേസ് ടു സി എന്നാ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു എനിക്കത് എഴുതാൻ അറിയുന്നില്ല, അത് മുകളിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് അറിയുന്നില്ല, ഞാൻ അടുത്ത ദിവസം ആരോടെങ്കിലും ഒക്കെ ചോദിച്ചിട്ട് ഞാനത് ചെയ്തേക്കാം. അപ്പൊ എ റേസ് ടു സി എന്നാണ്, എ സി എന്നല്ല. ഞാനത് ചെയ്തു വന്നപ്പോൾ അങ്ങനെ ആയതാണ്, സോറി. അപ്പൊ എഴുതുന്നെങ്കിൽ എ റേസ് ടു സി അല്ലെങ്കിൽ എയുടെ മുകളിൽ ഒരു വര വരയ്ക്കുന്നു, എ ബാർ എന്ന് വരയ്ക്കുന്നു. ഒരു എക്സാമ്പിൾ ആയിട്ട് കാണുന്നത് എ is equal to u is equal to 1 2 3 4 5 and a is equal to 1 3 5. then a complement is equal to എയിൽ ഇല്ലാത്തതും യൂണിവേഴ്സലിൽ ഉള്ളതും ഏതൊക്കെയാണ്, 2ഉം 4ഉം. ഓക്കെ, ഇപ്പൊ നമുക്ക് എ കോംപ്ലിമെന്റ് കിട്ടി. അതിന്റെ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, എ കോംപ്ലിമെന്റ് 2ഉം 4ആ. അതിന്റെ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റിൽ ഇല്ലാത്തതും യൂണിവേഴ്സലിൽ ഉള്ളതും. അതേതാ, 1 3 5, that is A. അപ്പൊ എ കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ. ഞാനത് ഇവിടെ എഴുതി കാണിച്ചില്ല എന്നുള്ളത്, ഞാനത് വിട്ടുപോയി. എ കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് എ. ഓക്കെ, അടുത്തത് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അടുത്തത് തിയറംസ്
ഓൺ നമ്പേഴ്സ് ഓഫ് എലമെന്റ് ഇൻ എ സെറ്റ്. ഒരു സെറ്റിൽ നമ്പറുകളുടെ എണ്ണം കിട്ടണമെങ്കിൽ എത്ര നമ്പർ ഉണ്ടെന്ന് അറിയണമെങ്കിൽ ആദ്യത്തെ ഇതാണ് നമ്പർ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി മൈനസ് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എനിക്ക് കണക്ക് ഇതിൽ എഴുതി കാണിക്കാൻ പറ്റുന്നില്ല, ശ്രദ്ധിക്കും. നിങ്ങളുടെ ക്ലാസ്സിൽ 60 കുട്ടികളുണ്ടെന്ന് കരുതാം. ഹിന്ദി സംസാരിക്കാൻ അറിയുന്നവർ 40 ആളുണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നവർ 30 ആളുണ്ട്. ആകെ 60 ആളേ ഉള്ളൂ. അതെങ്ങനെ ഞാൻ പറഞ്ഞ് തെറ്റിയതാണോ? ഹിന്ദി അറിയുന്നവർ 40ഉം ഇംഗ്ലീഷ് അറിയുന്നവർ 30ഉം 40 30 70 ആയില്ലേ? ബാക്കി 10 അതാണ് ഈ 2 എണ്ണം അറിയുന്നവർ, അതാണ് എ ഇന്റർസെക്ഷൻ ബി. അത് കുറച്ചാലാണ് ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയോ സംസാരിക്കുന്നവരുടെ എണ്ണം കിട്ടുന്നത്. നമ്പർ ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഹിന്ദിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ അറിയുന്നവരുടെ എണ്ണം കിട്ടണമെങ്കിൽ ഹിന്ദി അറിയുന്നവരുടെ എണ്ണം പ്ലസ് ഇംഗ്ലീഷ് അറിയുന്നവരുടെ എണ്ണം മൈനസ് ഹിന്ദിയും ഇംഗ്ലീഷും രണ്ടും അറിയുന്നവരുണ്ടായിരിക്കാം. ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളുണ്ട് കോളേജിൽ, ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളുണ്ട്, രണ്ടും കളിക്കുന്ന കുട്ടികളുണ്ട്. പെൺകുട്ടികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഡാൻസ് കളിക്കുന്ന പെൺകുട്ടികളുണ്ട്, മ്യൂസിക് അറിയുന്ന പെൺകുട്ടികളുണ്ട്. ചില പെൺകുട്ടികൾക്ക് ഇത് രണ്ടും അറിയാം. ആ രണ്ടും അറിയുന്നവരെ കുറച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അവരുടെ ഹിന്ദിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ സംസാരിക്കാൻ കഴിവുള്ളവരുടെ എണ്ണം കിട്ടുന്നത്. ആ ഫോമുല നിങ്ങൾ പഠിച്ച് തന്നെ വെക്കണം. നമ്പർ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി പ്ലസ് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡു എന്നാണ് അർത്ഥം, രണ്ടും അറിയുന്നവര് എന്നർത്ഥം. അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ്. ഓക്കെ, അതിൽ നിന്നിട്ട് തന്നെ അടുത്ത് ഉണ്ടാവുന്നു നമ്പർ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി. 3 എണ്ണത്തിന്റെ കേസിൽ നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി പ്ലസ് നമ്പർ ഓഫ് സി മൈനസ് number of A intersection B minus number of A intersection C again minus number of B intersection C plus number of A intersection B intersection C. എന്താ പറഞ്ഞത്? 3 സംഭവങ്ങൾ ഒരേ സമയത്ത് വരുന്നു. ഒരു ഉദാഹരണമായിട്ട് ഫുട്ബോളും ക്രിക്കറ്റും പിന്നെന്നിട്ടാ കളിക്കുന്നത് ബാസ്കറ്റ് ബോൾ അല്ല, നമ്മുടെ കോളേജിൽ ഉണ്ടായിരുന്നത് എന്താണ്? വോളിബോളാണ് നമ്മുടെ കോളേജിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് 3 അറിയുന്ന ഒരു കുട്ടികളുണ്ടാവും. അപ്പൊ നമ്മൾ അവരുടെ എണ്ണം അറിയുന്നത് ഒന്നുകിൽ വോളിബോള് അല്ലെങ്കിൽ ഫുട്ബോള് അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്നവരുടെ എണ്ണം അറിയണമെങ്കിൽ ആദ്യം വോളിബോൾ അറിയുന്നവരുടെ എണ്ണം പ്ലസ് ഫുട്ബോൾ അറിയുന്നവരുടെ എണ്ണം പ്ലസ് ക്രിക്കറ്റ് അറിയുന്നവരുടെ എണ്ണം മൈനസ് വോളിബോളും ഫുട്ബോളും അറിയുന്നവരുടെ എണ്ണം മൈനസ് വോളിബോളും ക്രിക്കറ്റും അറിയുന്നവരുടെ എണ്ണം മൈനസ് ഫുട്ബോളും ക്രിക്കറ്റും അറിയുന്നവരുടെ എണ്ണം പ്ലസ് ഇത് 3 അറിയുന്നവരുടെ, കേട്ടല്ലോ, ഫുട്ബോളും അറിയും ക്രിക്കറ്റും അറിയും വോളിബോളും, ഇത് 3 അറിയുന്നവരുടെ എണ്ണം അതിൻ്റെ കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടി? ഒന്നുകിൽ ഫുട്ബോള് അല്ലെങ്കിൽ ക്രിക്കറ്റ് അല്ലെങ്കിൽ വോളിബോള് അറിയുന്നവരുടെ എണ്ണം കിട്ടി. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു, കേട്ടല്ലോ. ആ തിയറങ്ങൾ നിങ്ങളൊന്ന് നോക്കണം. അടുത്തത് വെൻ ഡയഗ്രം ആണ്, കേട്ടല്ലോ. ഇത് താഴെ വെൻ ഡയഗ്രം എന്താണെന്നൊന്ന് നോക്കട്ടെ. എന്താണ് വെൻ ഡയഗ്രം? The relationship between the set can be represented by means of a diagram. ചിത്രത്തിലൂടെ, പിക്ടോറിയൽ റെപ്രസെന്റേഷൻ. നമുക്ക് ചിത്രത്തിലൂടെ നമുക്ക് ഈ സെറ്റിന്റെ റിലേഷൻഷിപ്പ് കാണിക്കാൻ പറ്റും. അതിന്റെ പേരാണ് വെൻ ഡയഗ്രാം. ഇറ്റ് വാസ് ഡിസൈൻഡ് ബൈ ജോൺ വെൻ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് ഇത് കണ്ടുപിടിച്ചത്. ദാറ്റ്സ് വൈ ദിസ് നോൺ ഈസ് എ വെൻ ഡയഗ്രാം. ഇനി ഇത് കൺസിസ്റ്റ് ഓഫ് എ റെക്ടാങ്കിൾ ആൻഡ് ഡയഗ്രാം എന്നല്ല കേട്ടോ, ഞാൻ എഴുതി പോയത് തെറ്റിയതാ, സർക്കിൾ എന്നാണ്. ഇത് കൺസിസ്റ്റ് ഓഫ് റെക്ടാങ്കിൾ ആൻഡ് സർക്കിൾസ് എന്നാണ്. സർക്കിൾസ്, അയ്യോ തെറ്റുപറ്റി. റെക്ടാങ്കിൾ ആൻഡ് സർക്കിൾസ്. റെക്ടാങ്കിൾ റെപ്രസെന്റ് ദി യൂണിവേഴ്സ്. റെക്ടാങ്കിൾ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സ് ആണ്, അതിൻ്റെ ഉള്ളിലത്തെ സർക്കിളുകളാണ് എന്ത് സെറ്റായിട്ട് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ഒരു ഉദാഹരണമായിട്ട് എ യൂണിയൻ ബി കാണിക്കുകയാണ്. ആ റെക്ടാങ്കിൾ ഉണ്ടല്ലോ പുറമുള്ളത്, അതാണ് എന്ത് യൂണിവേഴ്സ്, കേട്ടല്ലോ. അതില് എ എന്ന് പറയുന്നത് ഇതാണ്, ഈ എ കണ്ടല്ലോ, ഇതാണ് ബി. എ യൂണിയൻ ബി എന്ന് പറയുന്നത്
എയും ബിയും ഇതെല്ലാം കൂടിച്ചേരുന്നതാണ് എ യൂണിയൻ ബി. കണ്ടല്ലോ, ഇത് എല്ലാം കൂടിച്ചേരുന്നതാണ് എ യൂണിയൻ ബി. ഓക്കെ, ഇത് എ ഇത് മുഴുവനുണ്ട്, ബി ഇത് മുഴുവനുണ്ട്, ഇതിൽ കോമൺ ആയിട്ടുള്ളതുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് നോക്കണ്ട. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ ചിത്രം. കണ്ടല്ലോ. ഓക്കെ, അടുത്തത് എ ഇന്റർസെക്ഷൻ ബി. രണ്ടിലും കോമൺ ആയിട്ടുള്ളത് മാത്രം. ഇതാണ് യൂണിവേഴ്സ്. കണ്ടല്ലോ, റെക്ടാംഗിൾ യൂണിവേഴ്സ്. ഇത് എ ആണ്, ഇത് ബി ആണ്. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളതാണ് ഈ റെഡ് ഷെയ്ഡഡ് പോർഷൻ. അതാണ് എ ഇന്റർസെക്ഷൻ ബി. രണ്ടിലും കോമൺ ആയിട്ടുള്ളതാണ് ഇത്. കേട്ടല്ലോ. ഇനി എ മൈനസ് ബി അത് ഞാൻ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവിടേക്ക് അത് കാണിച്ചാൽ മതി. എ യൂണിയൻ ബി യൂണിയൻ സി, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് എയുടെ മുഴുവൻ. കണ്ടല്ലോ ഈ സർക്കിള്. ഇത് ബിയുടെ മുഴുവൻ, അതാണ് ബിയുടെ. ഇത് സിയുടെ മുഴുവൻ. ഓക്കെ, ഈ ഒരു പോർഷൻ ഈ കാണുന്ന കണ്ടില്ലേ, ഞാൻ ഈ മൗസ് ഇങ്ങനെ നീങ്ങുന്നത്. ഇത് എയും ബിയും കോമൺ ആയിട്ടുള്ളതാണ് ഈ കാണുന്ന പോർഷൻ. എക്കും ബിക്കും കോമൺ ആയിട്ടുള്ളത്. ഈ കാണുന്ന പോർഷൻ കണ്ടല്ലോ, ഈ കാണുന്ന പോർഷൻ എക്കും സിക്കും കോമൺ ആയിട്ടുള്ളതാണ്. എക്കും സിക്കും കോമൺ ആയിട്ടുള്ളതാണ് ഈ കാണുന്ന പോർഷൻ. ഈ കാണുന്ന പോർഷൻ അല്ല, ഈ കാണുന്ന പോർഷൻ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞത് തെറ്റി. എക്കും സിക്കും കോമൺ ആയിട്ടുള്ളത് ഈ കാണുന്ന പോർഷൻ. എക്കും ബിക്കും കോമൺ ആയിട്ടുള്ളത് ഈ കാണുന്ന പോർഷൻ. ബിക്കും സിക്കും കോമൺ ആയിട്ടുള്ളത് ഞാൻ അവിടെ എഴുതിയിട്ടിട്ടുണ്ട്, ഈ കാണുന്ന പോർഷൻ. എക്കും ബിക്കും സിക്കും കോമൺ ആയിട്ടുള്ളത് കേട്ടല്ലോ, എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി, അതാണിത്. കണ്ടില്ലേ, അതാണ് ഇത്. ഈ കാണുന്നത് മുഴുവൻ എന്താന്നാ പറഞ്ഞത്? പുറത്തുള്ളത് യൂണിവേഴ്സ് ആണ്. ഇനിയിപ്പം എ 60 ആളുണ്ടെന്ന് കരുതാം. ആ 60 ഇവിടെ എഴുതാൻ പറ്റില്ല. അതിൽ ഇത് കളയണം, ഇത് കളയണം, ഇത് കളയണം. ഇത് 20 ആണെന്ന് കരുതാം, ഇത് 5 ആണെന്ന് കരുതാം, ഇത് 10 ആണെന്ന് കരുതാം. അപ്പൊ 20ഉം 10ഉം 30, 5ഉം 35. 35 കുറച്ചിട്ട് ബാക്കിയുള്ള 25 ഇവിടെ വരുന്നുള്ളൂ. കേട്ടില്ല, ഇത് ആകെ 60 ആണ്. അതിൽ ഇത് 20 ആണ്, ഇത് 5 ആണ്, ഇത് 10 ആണ്. കേട്ടല്ലോ. അതുപോലെ ഇത് 40 ആണെന്ന് കരുതാം. അതിൽ ഇത് 20 ആണ്, ഇത് 5 ആണ്, ഇത് 10 ആണെന്ന് കരുതാം. 20, 5, 25, 10, 35. ബാക്കി 5 മാത്രമേ ഇതിനുള്ളൂ. മനസ്സിലായല്ലോ. ഇതിന്റെ പ്രോബ്ലം നമ്മൾ പിന്നീട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത്ര മതി. ഇനി ഒന്ന് നോക്കട്ടെ. ഇനി ഉണ്ട് ഒരെണ്ണം. എ മൈനസ് ബി. ഇതാണ് എ, ഇതാണ് ബി. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എയില് മാത്രമുള്ളത് ഈ ഭാഗം, ഇത് ബിയിലുണ്ട്. എയിൽ മാത്രമുള്ളതാണ് ഈ മഞ്ഞ ഷെയ്ഡുള്ള ഭാഗം. ബി മൈനസ് എ എന്നായിരുന്നെങ്കിൽ എങ്ങനെ അതും കൂടി കാണിക്കണം എന്നുണ്ടായിരുന്നു, മറന്നുപോയി. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ തീ കാണുന്നത് കേട്ടല്ലോ, ഇങ്ങനെ നിൽക്കും. അതാണ് ബി മൈനസ് എ. ഇത് ഡയഗ്രത്തിലൂടെ കാണിക്കുന്നു, അത്രേ ഉള്ളൂ. ഇത് യൂണിവേഴ്സ്, ഇത് എ. കണ്ടല്ലോ, ഇത് എ. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എയില് ഉണ്ടായിരിക്കുകയില്ല, ആ സമയത്ത് യൂണിവേഴ്സിൽ ഉണ്ടായിരിക്കും. അതായത് ഇതിന്റെ പുറത്തുള്ള എല്ലാം, ഈ ഭാഗത്തുള്ളതൊന്നും വരില്ല. ഇതിന്റെ പുറത്ത് എന്തൊക്കെയുണ്ടോ അതിന് നമ്മൾ എന്ത് പറയുന്നത്? കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു കേട്ടല്ലോ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.